ക്ലാസ് റീസെന്റ് ആക്കി ജോയിൻ ചെയ്തവർക്ക് പഴയ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് ഒക്കെ കാണാൻ പെൻഡിങ് ഉണ്ടാവും. അതൊക്കെ കണ്ടു തീർക്കാൻ മെല്ലെ. അപ്പൊ ആ ഫസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ക്ലാസ് കാണാം. അപ്പൊ നമ്മൾ ബാക്കി ഇന്ത്യൻ കോർപ്പറേഷന്റെ ബാക്കി ക്ലാസ് ആണ് കേട്ടോ അന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതൊരു സെപ്റ്റംബർ 16 വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോഴ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 16 എക്സാം എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണം. സമയമുണ്ട്, ഇനിയും 2 മാസം സമയമുണ്ട്. 2 മാസത്തിൽ കൂടുതൽ സമയമുണ്ട്. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ആ ഒരു എക്സാം കിട്ടും. നമ്മൾ അതുവരെ ഒരു കംപ്ലീറ്റ് സിലബസ് വൈസ് ക്ലാസ് തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 16 നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും ബേസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിന്റെയും സിലബസ് വൈസ് ക്ലാസ് ഉണ്ടാവും. പിന്നെ നമ്മൾ എക്സാം അടുപ്പിച്ചിട്ട് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ കുറഞ്ഞൊരു ഫീസിലാണ് നമുക്കൊരു ഫുൾ സിലബസ് ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കോർപ്പറേഷൻ പഠിക്കുന്നവർ അല്ലെങ്കിൽ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. കൂടുതൽ പേർക്ക് ആപ്പിന്റെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ആപ്പിനെ കുറിച്ചും എക്സാം ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. കാണാലോ, സ്ക്രീൻ കാണാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് NCCT ആണ്. NCCT അറിയാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം. അപ്പൊ എക്സാം പാറ്റേൺ അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പഴയ രീതിയിൽ തന്നെ പഠിക്കാണ്ട് എക്സാം പാറ്റേൺ മാറുമ്പോൾ അവരെങ്ങനെയാണോ ചോദിക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാമിന് എങ്ങനെ ചോദിക്കുന്നോ അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ ലാസ്റ്റ് എക്സാമിന് നല്ല രീതിയിൽ ഇയറുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഇനി ഇയറിന്റെ ഒരു ഭാഗത്തിന് ക്വസ്റ്റ്യൻ വന്നാൽ ഒരിക്കലും തെറ്റിക്കരുത്. അപ്പൊ നമ്മൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചു പോകും. പക്ഷെ അവസാനം ചിലപ്പോൾ ഒരു ഇയർ മാത്രമായിരിക്കും ചോദിക്കുക. നമുക്ക് അറിയുന്ന ഇയർ വരേക്കും ചിലപ്പോൾ NCCTയുടെ ഇയർ തന്നെയായിരിക്കും. പക്ഷെ അവിടെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ കാണാതെ ഉത്തരം എഴുതാൻ അറിയണം. ഓപ്ഷൻ കാണാതെ ഉത്തരം എഴുതാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു നോളേജ് ഉണ്ടായിരിക്കണം. കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പറയാൻ കിട്ടണം. അപ്പൊ നമ്മൾ NCCTയുടെ ബന്ധപ്പെട്ട എല്ലാ ഇതുവരെ CSEB ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം പറയുന്നുണ്ട്. ഇതിൽ ഒരു പോയിന്റ് പോലും ഇടാതെ പഠിക്കുക. ഓക്കെ, ഇപ്പൊ NCCT നമുക്കറിയാം. എന്താണ് NCCT? NCCTയുടെ ഫുൾ ഫോം എന്താണ്? NCCT എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് അല്ലെ. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഒരിക്കൽ അങ്ങനെ അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. NCCTയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് എന്ത്? NCCTയുടെ. കൗൺസിൽ ആണോ സെന്റർ ആണോ എന്നൊക്കെ ആയിരിക്കും പിന്നെ എക്സാമിന് പോയാലുള്ള അടുത്ത ഡൗട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഒന്നും വരരുത്. അബ്രിവേഷൻസ് ഒക്കെ കറക്റ്റ് പഠിച്ചിട്ട് പോകണം. കാരണം നമ്മളെ കൺഫ്യൂസിംഗ് ആക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ NCCTയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. അപ്പൊ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷൻ ആണ് NCCT എന്നൊക്കെ നമുക്ക് അറിയാം. അതിന് മുന്നേ NCCT ഫോം ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അതായത് 1953 ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഒരു സെൻട്രൽ കമ്മിറ്റി കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി ഫോം ചെയ്ത് ഏത് വർഷമാണ്? 1953 ആണ്. ഈ ഇയർ CSEB ചോദിച്ചിട്ടുണ്ട്. ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 1953 ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി ഫോം ചെയ്തത്. പക്ഷെ അതിന് ആരുടെ അപ്രൂവൽ വേണമായിരുന്നു? RBIയുടെ അപ്രൂവലോട് കൂടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 1953 എന്ത് ചെയ്തത്, ഒരു സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. അത് എന്തിനാണ്? ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വേണം എന്ന് പറഞ്ഞത് ഏത് വർഷമാണ്? 1953 ആണ്. ഓക്കെ, അപ്പൊ 1953 ഗവൺമെന്റ് ഓഫ് എന്ത് പാസ് ചെയ്തു? ഒരു സെൻട്രൽ കമ്മിറ്റി കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി ഫോം ചെയ്തു വിത്ത് അപ്രൂവൽ ഓഫ് RBI. അപ്പൊ ഇങ്ങനെ ചിലപ്പോ ഒരിക്കൽ ചോദിച്ചത് ഈ ഇയർ ആണ് ചോദിച്ചത്, ഒരിക്കൽ ചോദിച്ചത് ഈ സെൻട്രൽ കമ്മിറ്റി ഫോം ചെയ്ത ആരാണ് ചോദിച്ചത്. അപ്പൊ 1953 ഗവൺമെന്റ് RBIയുടെ അപ്രൂവലോട് കൂടിയിട്ടാണ് ആ ഒരു കമ്മിറ്റി എന്ത് ചെയ്തത്, ഫോം ചെയ്തത്. എന്നിട്ട് 1961 എന്ത് ചെയ്തു, ഗവൺമെന്റ് ഒരു കമ്മിറ്റി ചെയ്തു. ആ ഒരു 1953 സെൻട്രൽ കമ്മിറ്റി ഫോം ചെയ്തേ ഉള്ളൂ. എന്നിട്ട് 1961 ഗവൺമെന്റ് എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു വർഷം തന്നെ NCUI ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുവരെ NCCT ഫോം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ NCUIക്ക് എന്ത് ചെയ്തു, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ എൻട്രസ്റ്റ് ചെയ്തു. 1929 NCUI വന്നിട്ടുണ്ട്. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ NCUIയിൽ എൻട്രസ്റ്റ് ചെയ്തു.
അതുപോലെ 1961 എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം 1973 NCCTക്ക് വേണ്ടിയിട്ട് ആരെ അപ്രൂവ് ചെയ്തു? ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത്. ആരുടെ ചെയർമാൻഷിപ്പില്? ഡോക്ടർ MS സ്വാമിനാഥന്റെ ചെയർമാൻഷിപ്പില്. അപ്പൊ NCCT റെക്കമെൻഡ് ചെയ്തത് ആരാ ചോദിച്ചാൽ നമ്മൾ ആരെ പറയാറ്? NCCT recommended by which committee എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? NCCT recommended by MS സ്വാമിനാഥൻ കമ്മിറ്റി. NCCT ഫോം ചെയ്ത ഇയർ അല്ല കേട്ടോ 1973 എന്ന് പറയുന്നത്. 1973 എന്ത് ചെയ്തത്? ഗവൺമെന്റ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ, ഡോക്ടർ MS സ്വാമിനാഥന്റെ ചെയർമാൻഷിപ്പിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ ഗവൺമെന്റ് എന്ത് ചെയ്തത്? ഫോം ചെയ്തത്. അതിൻ്റെതായിട്ടാണ് എന്ത് ചെയ്തത്? 1976 ജൂലൈ 1 എന്ത് ഫോം ചെയ്തത്? NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് പഠിക്കണം. അതിന് മുന്നേ നമുക്ക് 3 വർഷം 61 പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 1953 നിർബന്ധമായും പഠിക്കണം. 1973 പഠിക്കണം. 1973 ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോക്ടർ MS സ്വാമിനാഥന്റെ ചെയർമാൻഷിപ്പില്. അതാണ് ഇത് NCCT. ജൂലൈ 1 1976 ഫോം ചെയ്ത NCCT. ഒരു അപ്പെക്സ് ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയ ഒരു ഇന്ത്യയുടെ അപ്പെക്സ് ബോഡിയാണ് ഇത് NCCT. ഓക്കെ. ഇനി NCCT എന്താണ്? ഒരു ഓട്ടോണോമസ് സൊസൈറ്റി ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. 2018 മുതൽ എന്തായി? NCCT ഒരു ഓട്ടോണോമസ് സൊസൈറ്റി ആയി. ഇൻ 2018 NCCT എന്തായി മാറി? ഒരു ഓട്ടോണോമസ് സൊസൈറ്റി. ഇനി NCCT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? നമ്മൾ പറഞ്ഞു ഏത് കമ്മിറ്റി പ്രകാരമാണെന്ന്. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ, എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അതുപോലെ NCCT വന്നത് ജൂലൈ 1 1976 NCCT ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? ഏത് ആക്ടിന്റെ അണ്ടറിലാണ് NCCT വർക്ക് ചെയ്യുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? NCCT വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി എപ്പോഴും ഇപ്പൊ ചോദിക്കാറുണ്ട് ഏത് 5 ഇയർ പ്ലാനിലാണ്? 5 ഇയർ പ്ലാൻസ് കറക്റ്റ് അറിയണം. ഏത് 5 ഇയർ പ്ലാനിലാണ് NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത്? നിങ്ങൾക്ക് കേൾക്കാനില്ലേ? കേൾക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 5th 5 ഇയർ പ്ലാനിലാണ്. 1976 അപ്പൊ NCCT എസ്റ്റാബ്ലിഷ് ചെയ്ത 5 ഇയർ പ്ലാൻ ഏതാന്ന് കറക്റ്റ് പഠിക്കണം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും 5 ഇയർ പ്ലാൻ പഠിക്കണം. ഏത് 5 ഇയർ പ്ലാനിലാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഫോം ചെയ്തെന്നുള്ളത് കറക്റ്റ് പഠിക്കണം. 5ാമത്തെ 5 ഇയർ പ്ലാനിലാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 5th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ. ഇനി ഫസ്റ്റ് ചെയർമാൻ, NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? DG കാർവെയാണ്. DG കാർവെയാണ് NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ. പ്രസന്റ് ചെയർമാൻ അതും പഠിക്കണം. ഫസ്റ്റ് ചെയർമാന്റെ പേരും പഠിക്കണം, പ്രസന്റ് ചെയർമാനും പഠിക്കണം. ഫസ്റ്റ് ചെയർമാൻ ആണ് NCCTയുടെ DG കാർവെ. പ്രസന്റ് ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ. ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. അവരായിരിക്കും എന്ത്? NCCTയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. ആ ഒരു പ്രസിഡന്റ് ചോദിച്ചാലും ചെയർമാൻ ചോദിച്ചാലും അമിത്ഷാ തന്നെയാണ് കേട്ടോ. കാരണം ആരാണ് സെൻട്രൽ യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ, അവരായിരിക്കും NCCTയുടെ ചെയർമാൻ. അപ്പൊ NCCTയുടെ പ്രസന്റ് ചെയർമാൻ ആരാണ്? അമിത്ഷാ ആണ്. ഓക്കെ. ഇനി NCCTക്ക് എത്ര ടയർ സ്ട്രക്ചർ ആണ്? NCCTക്ക് 3 ടയർ സ്ട്രക്ചറിലാണ് NCCT വർക്ക് ചെയ്യുന്നത്. നമുക്ക് അറിയാം അപ്പെക്സ് ലെവലിൽ ആരാണ്, മിഡിൽ ലെവലിൽ ആരാണ്, പ്രൈമറി ലെവലിൽ ആരാന്നൊക്കെ അറിയാം. അങ്ങനെ NCCTക്ക് എന്താ ഉള്ളത്? 3 ടയർ സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ ചോദിച്ചു പോകും. നോട്ട്സ് ഒക്കെ ഉണ്ട്, എഴുതിയെടുത്താൽ മതി. അപ്പൊ NCCT ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൊണ്ട് പറയാം. NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാണ് NCCTയുടെ ഫുൾ ഫോം. അപ്പെക്സ് ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ളതാണ് എന്ത്? NCCTയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. ജൂലൈ 1 1976 NCCT ഫോം ചെയ്തത്. NCCT ഒരു ഓട്ടോണോമസ് സൊസൈറ്റി ആണ്. ഏത് ആക്ടിന്റെ കീഴില്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 കീഴിലുള്ള ഒരു ഓട്ടോണോമസ് സൊസൈറ്റി ആണ് NCCT. ഏത് കമ്മിറ്റിയാണ് NCCT റെക്കമെൻഡ് ചെയ്ത് ചോദിച്ചാൽ സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. 1973 അപ്പോയിന്റ് ചെയ്ത സ്വാമിനാഥൻ കമ്മിറ്റിയാണ് NCCT റെക്കമെൻഡ് ചെയ്തത്. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 5th 5 ഇയർ പ്ലാനിലാണ്. അതുപോലെ NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ DG കാർവെ. NCCTയുടെ പ്രസന്റ് ചെയർമാൻ അമിത്ഷാ. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCCTയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി ആണ്.
ഇനി NCCT വർക്ക് ചെയ്യുന്നത് 3 ടയർ സ്ട്രക്ചറിലാന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ആ 3 ടയർ സ്ട്രക്ചറിൽ ഉള്ളത്? NCCTയുടെ 3 ടയർ സ്ട്രക്ചറിൽ സ്ക്രീൻ ഇനി വലുതാക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണുന്നില്ല, എഴുതിയെടുക്കാൻ പറ്റുന്നില്ല? ഓക്കെ, അടുത്തത് NCCT 3 ടയർ സ്ട്രക്ചറിലാന്ന് പറഞ്ഞു. അപ്പെക്സിലെ വാംനികോം, ICM, സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? NCCയുടെ 3 ടയർ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നത്. NCCയുടെ 3 ടയറിൽ അപ്പെക്സിൽ ആരാണ്? വാംനികോം. പിന്നെ അടുത്ത് നമുക്ക് വാംനികോം ആണ്. NCCT ക്ലിയർ ആയില്ലേ? ക്ലാരിറ്റി കുറവുണ്ടോ? ഒരു മിനിറ്റ്. ഈ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക തന്നെ വേണം. നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സ് എഴുതിയെടുക്കുക തന്നെ ചെയ്യുക ക്ലാസ്സിന്റെ കൂട്ടത്തിൽ. ഇനി ഒപ്പം എഴുതിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയെടുക്കുക. ഇപ്പൊ ക്ലിയർ ഉണ്ടോ സ്ക്രീൻ? ഇപ്പൊ സ്ക്രീൻ ക്ലിയർ ആണോ?